യെസ്, പാർവതി ശർമ്മ ഹിയർ. ഈ പാർവതി ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാ. നാളത്തെ സൂര്യാസ്തമയം കാണാൻ ഞാൻ അവിടെ ഉണ്ടാവും. ഡോണ്ട് വറി. ചിന്നക്കിത് പോതും. എന്നാ മാസ്റ്റർ സൗഖ്യമാ? പിന്നെ വളരെ സൗഖ്യ. കോപ്പി ചാപ്പിട്ടാച്ചാ? ഇപ്പൊ ചാപ്പിട്ടാച്ചതേ ഉള്ളൂ. സഞ്ചി എന്നാ പാരമ? ഹായ്, പുതുസാന ധാവണി. നാളേക്ക് എൻഗേജ്മെന്റിക്ക് പോട വേണ്ടിയത്. നല്ല കളർ, എക്കച്ചക്കமான വില. താങ്ക്സ് അപ്പാ. ഇന്നക്ക് മധ്യാഹ്നം പാലക്കാടേക്ക് പോണോ? നാളെ എന്നോട് ചിത്തി പൊണ്ണുക്ക് നിശ്ചയദാർഢ്യം. അപ്പൊ എപ്പ കിളമ്പി വരും? നാളേക്ക് നൈറ്റ് കട്ടായം തിരിച്ചു വരും. ഓ, എന്തൊരു മഴയായിരുന്നു. മോള് വല്ലാതെ നനഞ്ഞോ? പറവല്ലപ്പാ. ഡോ, ഈ ബസ്സൊന്നും പോവില്ലേ? ഇന്ന് രാത്രി 12 മണി ഹർത്താലാ. ഇനി നാളെ രാത്രി കഴിഞ്ഞ ബസ്സൊക്കെ പോവും. ഈശ്വര, ചതിച്ചല്ലോ. എന്തു പറ്റി? ഏയ്, ഞങ്ങള് പാലക്കാട് വരെ പോയിട്ട് വരിക. ഇറങ്ങാൻ അല്പം ലേറ്റായി. ഹർത്താലാണെന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞൂല്ല. ഇനി നടക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ഒരു ഓട്ടോ. ഓ, ഏത് നേരം കിട്ട നേരത്താണോ ഇറങ്ങി തിരിച്ചത്? ഓട്ടോ? അയ്യപ്പൻകാവ് വരെ ഒന്ന് പോണല്ലോ. ഞാൻ ഓട്ടം വരുന്നില്ല. റോഡാണെങ്കിൽ മഴ പെയ്ത് അപ്പിടി കുണ്ടും കുഴിയായിട്ട് കിടക്കുക. പോരാത്തതിന് ഹർത്താലും. ഞാൻ ഓട്ടോ ഒതുക്കാൻ പോവാ. അങ്ങനെ പറയരുത്. ഈ രാത്രി പ്രായമായ മകളെയും കൊണ്ട് ഞാൻ എവിടേക്ക് പോകും? അതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ പ്രശ്നം? അതെ, ഈ വണ്ടി കൊണ്ടാ ഞാനും എന്റെ കുടുംബവും ജീവിച്ചു പോണത്. ബന്ധു ദിവസമായിട്ട് രാത്രി 12 മണി കഴിഞ്ഞ് വണ്ടി ഇറക്കിയ എന്താ സംഭവിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നമ്മളെ വിട്ടേര്. ഒടുക്കത്തെ ബന്ധു ഹർത്താലും മനുഷ്യനെ വിലക്കെടുത്തു. അല്ല, ഇവര് രാത്രി എന്ത് ചെയ്യും? പറഞ്ഞാൽ അത് ശരിയാണല്ലോ. മാവാ, ഈ അസമയത്ത് ഇനി നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ഒരു രാത്രി ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ തങ്ങിട്ട് നാളെ പോ. എന്താ? അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല അല്ലടാ. ഈ വഴി അങ്ങോട്ട് തിരിഞ്ഞാ പാർട്ടി ഓഫീസായി. പോരെ, ധൈര്യമായിട്ട് കയറി വാ. ഇത് പേടിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് കേടാ. ഈ ബാത്റൂം ടോണി, ആ ബാത്റൂം കാണിച്ചു കൊടുത്ത്. വരൂ. കുട്ടിയൊരു കാര്യം ചെയ്, ആ മുറി പോയി നനഞ്ഞല്ലാന്ന് പിഴിഞ്ഞു കൊടുത്തോളൂ.
ആരാ ശരത്ത് പെണ്ണോ? ഞാനുണ്ട്. സൂപ്പർ, എന്തൊരു ഷേപ്പാ. എനിക്ക് ഈ ഡ്രസ് ഒന്ന് മാറണം. എന്താ മാറിക്കോ, പക്ഷെ ഈ ഭംഗിയുള്ള ശരീരം ഞങ്ങളൊന്ന് പാതിരാ നേരത്തെ നടുറോടി വന്നിറങ്ങി ഒരു അച്ഛനും മകൾക്കും അന്തി ഉറങ്ങാനൊരിടം, ഒരു സംരക്ഷണം, ഇതേ ഞങ്ങൾ കൊടുത്തുള്ളൂ. അതിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയതോ? മിസ്റ്റർ ശരത്, ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വികാരം. വെളിച്ചെട്ടിന്റെ അവനെ. കമ്മീഷണർ സാറേ, അതിക്രമിച്ചകത്ത് കയറി എന്റെ അധീനതയിലുള്ള ഒരു പാർട്ടി ഓഫീസാണ് അവൻ അടിച്ചു തകർത്തത്. നേരിട്ട് അവനോട് ഇടപെടാൻ എനിക്കൊരു ഡിപ്പാർട്ട്മെന്റിന്റെ മറ ആവശ്യമില്ല. അറിയാം മിസ്റ്റർ വിശ്വനാഥൻ, ഇത്തരത്തിലൊരു കേസിൽ നിങ്ങളോട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. പാർട്ടി ഓഫീസിൽ അനാശാസ്യ പ്രവർത്തനം നടത്താൻ സ്ത്രീകളെ കൊണ്ടുവന്നൊരു കാരണം പറഞ്ഞായിരുന്നു അയാൾ ഞങ്ങളെ തല്ലിയത്. എടോ, എന്റെ തലതൊട്ടപ്പനാവാനല്ല തന്നെ ഇവിടെ CI വെച്ചിരിക്കുന്നത്. സർ, അത് സ്റ്റോപ്പ് ഇറ്റ്. സർ,
അർദ്ധരാത്രി അതും ബന്ധു നേരത്ത് റോഡിൽ വന്നിറങ്ങിയ നിർധനരായ അച്ഛനും മകൾക്കും അഭയം കൊടുത്തതാണോ ഇവർ ചെയ്ത തെറ്റ്? സർ, ഞാൻ പറയുന്നത് വേണ്ട, തന്റെ വിശദീകരണം എനിക്ക് കേൾക്കണ്ട. അല്ലെങ്കിലും തനിക്കിതിൽ തന്റെ ഇടം കൂടുതലാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് എന്റെ അധീനതയിൽ വേണ്ട. ഇവനെ പോലുള്ളവർക്ക് വേണ്ടി സാർ ഇങ്ങനെ വാതുവരാൻ സംസാരിക്കുന്നത് കഷ്ടമാണ് സർ. കണ്ടില്ലേ മേലുദ്യോഗസ്ഥരോടുള്ള ധിക്കാരം? നിർത്ത. താനാരാ? ധിക്കാരികളായ കുഞ്ഞാടുകളെ നേർവഴിക്ക് നടത്തുന്ന മെത്രാച്ചനോ അതോ മാർപ്പാപ്പയോ? എടോ, തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്റെ ആളുകളെ അപമാനിക്കാനല്ല. മേലിൽ ഈ പ്രദേശത്ത് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ അനുവാദത്തോട് മാത്രമായിരിക്കണം. അല്ലെന്ന് കണ്ടാൽ തന്റെ ഈ സ്റ്റാറും കോപ്പും തൊപ്പിയും ഊരി വെപ്പിച്ച് നടുത്തെരുവിൽ ഇറക്കും ഞാൻ. മനസ്സിലാകും എനിക്ക്? സോറി സർ. സ്റ്റാറും കോപ്പും തൊപ്പിയും ഊരി എന്നെ ഇങ്ങനെ ജനിച്ച വേഷത്തിൽ നടറോഡിൽ ഇറക്കുമെന്നുള്ള സാറിന്റെ ജൽപ്പനങ്ങളുണ്ടല്ലോ, അത് എന്നോട് വേണ്ട. തന്നെ ഞാൻ ഒരു ചുക്കും ചെയ്യില്ല സർ. ബന്ദിന്റെയും ഹർത്താലിന്റെയും പേര് പറഞ്ഞ് ഇവനെ പോലുള്ളവർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ സാർ അറിയണം. ഇന്നലെ ഞാനത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ റോഡരികിൽ മഴ നനഞ്ഞു കിടക്കുന്ന 2 ശവശരീരങ്ങളുടെ വാർത്തയായിരിക്കും സാറിന് നിന്ന് കേൾക്കാൻ കഴിയുക. ആ അച്ഛനും മകൾക്കും കംപ്ലൈന്റ് ഇല്ലാത്തതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഇടിച്ചെടുത്ത ഞാൻ ഇത്തരത്തിലുള്ളവന്മാരുടെ സേവ പിടിച്ച് എനിക്കെതിരെ ആയുധമെടുക്കാനുള്ള വ്യാമോഹമുണ്ടെങ്കിൽ അത് വേണ്ട. ഒളിക്കും ഞാൻ. സാറടക്കമുള്ള സകലവന്മാരുടെയും ജീവചരിത്രം ഒളിച്ചെഴുതിയിട്ടേ പോകൂ ഈ വിശുദ്ധൻ. കേട്ടതിൽ കവിഞ്ഞ വാക്സാമർത്ഥ്യം, ഒരൊറ്റയാന്റെ ചങ്കൂറ്റം. നിന്നോട് നേരിട്ടല്ല, നിനക്കായി കെണിയൊരുക്കുകയാണ് വേണ്ടത്. എനിക്കായി നീ തീർത്ത കെണിയിൽ നിന്നെ ഞാൻ വീഴ്ത്തും. അതിൽ നിന്ന് രക്ഷ നേടാനോ രക്ഷപ്പെടുത്താനോ പ്രപഞ്ചത്തിൽ നീ വിശ്വസിക്കുന്ന ഒരു ഈശ്വരന്മാരെ കൊണ്ടുപോലും കഴിയില്ല വിശ്വനാഥൻ. അത് ഞാൻ നിനക്കൊരുക്കുന്ന മരണക്കെണിയായിരിക്കും. ജസ്റ്റ് വെയിറ്റ് ഫോർ ദ പണിഷ്മെന്റ്. ഗുഡ് ലക്ക്. മോളെ ശർമ്മളെ, വേണ്ട വേണ്ട, എന്നെ തൊടുകയൊന്നും വേണ്ട. എന്ത് പറ്റി നിനക്ക്? ആ എത്തിയോ സി ഐ സാറ്? എന്റെ ദൈവമേ, ഈ കുപ്പായ എടുത്തണിഞ്ഞാ പിന്നെ ഇവിടെ ഒരാൾക്ക് വീടും വേണ്ട കൂടും വേണ്ട. ഇങ്ങനെ 2 അനിയത്തിമാർ ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ പോലും ഇല്ല സി ഐ സാറിന്. ഇവളെന്താ ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുന്നത്? അതൊക്കെ പറയാം. ആദ്യം യൂണിഫോം ഒന്ന് മാറ്റിട്ട് വന്നേ, അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. എന്നിട്ടാവ സംസാരം. അല്ല, ഇവക്ക് എന്ത് പറ്റി പ്രമീളെ? എന്താടാ? അല്പം മുമ്പ് ഇവിടെ ഒരു ഫോൺ വന്നിരുന്നു. ആരോ 1-2 പേര് ശരിക്കും ചീത്ത പറഞ്ഞു. നിന്റെ ഏട്ടനോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറയണോന്ന്. ഇല്ലെങ്കിൽ ആരാ വിളിച്ചേ? ആരാ വിളിച്ചെന്നാ പേരും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് യൂണിഫോം ഇട്ടോണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങട്ടെ, അവന്മാരെ പിടിച്ചിട്ട് ഇരിക്കും. നീ എന്തായി പറയുന്നേ? ഫോൺ ചെയ്ത് എന്റെ പെങ്ങന്മാരോട് അനാവശ്യം പറഞ്ഞ ഞാൻ അടങ്ങിയിരിക്കണോ? വേണ്ട, അടങ്ങിയിരിക്കണ്ട. ഏട്ടൻ പുറത്തു പോയിട്ട് വരുന്നവരെ ഞങ്ങൾക്ക് എന്ത് ടെൻഷനാണെന്നറിയോ? ഏട്ടൻ മാത്രം വിചാരിച്ചാൽ ഈ നാട് നന്നാക്കാൻ കഴിയുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? എന്നാലും മോളെ, ഈ കുപ്പായം അണിഞ്ഞ് ശമ്പളം വാങ്ങുമ്പോ 100% ഡിപ്പാർട്ട്മെന്റിനോട് നീതി കാണിക്കണ്ടേ ഏട്ടൻ? പറ. ഞങ്ങൾക്കറിയാം, ഞങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം ഏട്ടന്റെ പ്രൊഫഷനോടാണ്. ഞങ്ങൾക്ക് സ്നേഹം തരാൻ മാത്രം ആരുമില്ല. അതെങ്ങനെ? ജനിച്ചറിവാകും മുമ്പേ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയില്ലേ അച്ഛനും അമ്മയും? ഏട്ടനപ്പോ നിങ്ങൾ അങ്ങനെ കണ്ടിരിക്കണല്ലേ? അച്ഛനും അമ്മയും ഇല്ലാത്ത വിഷമം ഏട്ടൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? ഉണ്ടോ മോളെ? ഏട്ടന് നിങ്ങളെ കവിഞ്ഞ് മറ്റൊന്നുമില്ല. എല്ലാറ്റിനേക്കാളും ഏട്ടന് വലുത് നിങ്ങളാണ്. ഇപ്പൊ പഠിക്കുന്ന ഭരതനാട്യ ക്ലാസിന്റെ കൂടെ ഇനി കുച്ചിപ്പൊടിയും കൂടെ തുടങ്ങിയ ആജീവനാന്തകാലം എനിക്ക് അന്നം മുട്ടാതിരുന്നേനെ. അത് തീരുമ്പോ നമുക്ക് കഥകളി തുടങ്ങാം. അവന് മാഷക്ക് കഥകളി അറിയോ? ഇല്ല, ഞാൻ ഇന്ന് പഠിക്കും, കുട്ടിയെ നാളെ ഞാനത് പഠിപ്പിക്കും. അപ്പോ സംഗതി എളുപ്പമല്ലേ? മനുഷ്യനെ പേടിപ്പിക്കാമല്ലോ ദുഷ്ടൻ. ഇവിടെ അടുത്താണോ താമസം? മുഖത്ത് നോക്കടോ. ഈ കൊച്ചു ഇങ്ങനാ ആണുങ്ങളെ മുഖത്ത് നോക്കുകയല്ല. ഓ, അതായിരിക്കും ഈ പെണ്ണുമായിട്ട് നടക്കുന്നത്. അതെ. അപ്പോ ചിരിക്കാനറിയാം? ചിരിക്കാനല്ല, കുട്ടിക്ക് സംസാരിക്കാനും പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ അറിയാം അല്ലേ? ഓഹോ, അപ്പൊ ചേച്ചിയായിരിക്കും മാസ്റ്റർ. ചേച്ചിയോ? അതെ അതെ, ഞാൻ നടുവട്ടം ശ്രീശൈലേശൻ. കുട്ടിയുടെ വീട് എവിടെയാ? ഇവിടുന്ന് 2 നാഴിക നടക്കുമ്പോ ആദ്യം കാണുന്ന അഗ്രഹാര തെരുവ്. അവിടെ 3ാമത്തെ വീടാ. നാരായണ ശർമ്മയുടെ ഒരേ ഒരു പുത്രിയാ. എന്നാലേ നാളെ ഞാനും സാറും കൂടി അങ്ങോട്ട് വരുന്നു. എന്തിനാ? അതെ, എന്തിനാ? ചുമ്മാ. അപ്പൊ നാളെ കാണാവേ. പോലീസുകാരാ ചേച്ചി. മക്കളൻ.
എന്തിനായിരിക്കും വീട്ടിൽ വരുന്നത്? ചിലപ്പോ കുച്ചിപ്പൊടി പഠിക്കാനായിരിക്കും. കൂടെയുള്ള പോലീസുകാരനെ കണ്ടാലറിയാം എന്റെ കുച്ചിപ്പൊടി പഠിക്കാൻ ഭയങ്കര താല്പര്യമാണെന്ന്. നമുക്ക് പറ്റിയ ആളല്ലേ? അല്ല, ഇതാര്? അങ്ങോട്ടിരിക്കാം. മോളെ ഗായത്രി, കോഫി എടുത്തിട്ട്. എന്നെ മനസ്സിലായോ? പിന്നെ അന്നൊക്കെ നൈറ്റ് പാർട്ടി ഓഫീസിലെ. അതെ, അത് തന്നെ. ഇടിയൻ സ്റ്റണ്ട് ഫൈറ്റ്. ഓ, ചെവി കേൾക്കുന്നത് ഓർമ്മയിരിക്കും സാർ. അന്ന് ഈ കടവുൾമായി നീങ്ക വരലെന്നാ എൻ പൊണ്ണോട് മാനമേ പോയിരിക്കും. ആട്ടെ, വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പ, അമ്മ? ഇല്ല, രണ്ടുപേരും മരിച്ചിട്ട് വർഷങ്ങളായി. എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരാണ് എന്റെ എല്ലാം. വേലിയൊന്നും ആകലയാ? ഇല്ല, നോക്കുന്നുണ്ട്. നോക്കുന്നുണ്ട്. ചെലപ്പോ ഇപ്പൊ തന്നെ നടക്കും വിവാഹം. അത് സമയത്ത് തന്നെ നടക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. എന്റെ മോളെ പോലെ. മോക്കെന്തൂറ്റി? വരുന്ന ജാതകങ്ങളൊന്നും അവൾക്ക് ചേരുന്നില്ല. എന്നാ ജാതകം നോക്കാതിരുന്ന പോരെ? അത് പിന്നെ കുട്ടിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിഞ്ഞു വെച്ചോണ്ട് ചതിക്കാൻ എന്നെ കൊണ്ടാവില്ല. ചൊവ്വാദോഷക്കാരിക്ക് ചേരുന്ന ജാതകമല്ലാച്ചാ ഭർത്താവിന് അപൂർത്തി ഉറപ്പാ. ജാതവും പണവും ഒന്നും പ്രശ്നമല്ലാതെ സ്വാമിയുടെ മകളെ കെട്ടാൻ ഒരാള് വന്ന കുലവും തറവാട്ടുമാവുമേ ഒന്നും നോക്കാതെ പിടിച്ചു കൊടുക്കുമോ മോളെ? കണ്ടിപ്പാ. അപ്പടി ഒരാളെ കിടക്കുമാപ്പാ? കിടക്കുമാവാന്നാ? കിടച്ചാച്ച് സ്വാമി, കിടച്ചാച്ച്. എവിടെ? ഇതാ, ഇത് തന്നെ കക്ഷി. നിജമാവാ? എന്റെ മോളെ ഈശ്വരൻ കാത്തു. ഇതുവരെ ഈശ്വരൻ കാത്തു. ഇനി അങ്ങോട്ട് ഈ ഈശ്വരൻ സാക്ഷാൽ വിഷ്ണു സാർ കാത്തോളൂ.